ഹായ്. അപ്പോൾ നമ്മൾ ജൂൾസ് ലോ കഴിഞ്ഞു. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അല്ലേ, സീരീസ് ആയിട്ട് കൊടുക്കുമ്പോഴും പാരലൽ കൊടുക്കുമ്പോഴും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വെറുതെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പോകണം. സീരീസ് കണക്ഷൻ ഓർത്തെടുത്തൊക്കെ ഏതാണ്? ശ്രേണി രീതി, പാരലൽ കണക്ഷൻ, സമാന്തര രീതി. സോ വി ആർ മൂവിങ് ടു എ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ആയിരിക്കും സീരീസ് കണക്ഷൻ്റെ പ്രോബ്ലമാണ്. ഞാൻ ആ പ്രോബ്ലം നിങ്ങൾക്ക് വായിച്ചു തരാം, നിങ്ങളത് എഴുതിയെടുക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വായിച്ചു തരും. ആ സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, what is the current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? Once more, I am repeating. What is the current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും ക്വസ്റ്റ്യൻ ആദ്യം നോട്ടിൽ എഴുതിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും. എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കിക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ 2 റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് രീതിയിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്? ഏത് രീതിയിലാണ്? ശ്രേണി രീതിയിലാണ് അല്ലേ? സീരീസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ മനസ്സിൽ വേണം. അതിനുശേഷം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ഒന്ന് പറഞ്ഞിരിക്കുന്നത് 4 ഓം എന്നാണ്, 2 ഓം സോറി 4 ohm and 2 ohm. ഇതെന്താണ്? റെസിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കാം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള റെസിസ്റ്റേഴ്സിന് ഞാൻ ഒരു പടം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ? ഇത് 4 ohm റെസിസ്റ്റർ ആൻഡ് 2 ohm റെസിസ്റ്റർ. 4 ohമിന്റെ 2 ohമിന്റെ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, ഇത് കണക്ട് ചെയ്തിരിക്കുന്ന സീരീസിലാണ്. ആൻഡ് ഇതിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഇതിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര കൊടുത്തെന്ന് പറഞ്ഞേക്കണേ? 6 വോൾട്ട്. അതായത് ഇവിടെ ഈ 2 റെസിസ്റ്റൻസ് 4 ഓമിന്റെ 2 ഓമിന്റെയും പ്രതിരോധകങ്ങൾക്കിടയിൽ 6 വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്തിരിക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഫിസിക്സിന്റെ ഒക്കെ ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ മനസ്സിലത് വരണം. നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഇവിടെ R1 ഏതാ? R1 ആണ് ദിസ് 4 ohm and R2 2 ohm. R1 ഉം R2 ഉണ്ട് അല്ലേ? ഇനി ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ചോദ്യം എന്ന് പറയുന്നത് കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓംസിൽ വെച്ചിട്ട് നമുക്ക് I = V/R എന്നുള്ള ഇക്വേഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 R ഉണ്ട്. മാത്രമല്ല ഇത് ശ്രേണി രീതിയാണ്. ദാറ്റ് മീൻസ് സീരീസ് കണക്ഷൻ. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ ഏറ്റവും അധികം കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇവിടുത്തെ സഫല പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ ഏതാ ഒന്ന് പറഞ്ഞ്. ജസ്റ്റ് എ മിനിറ്റ്. നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ളത്
R is equal to R1 plus R2. Then R is equal to R1 plus R2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. And we will get 4 ohm in R1 and 2 ohm as R2. 4 plus 2, that we will get 6 ohm. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ohm ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് പോകണം. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാനാണ്. കറണ്ടിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ പോവാണ്. ഇത് എഴുതിയെടുക്കുക കേട്ടോ. So here current I is equal to V by R. I is equal to V by R. I എത്രയാണ് അറിയില്ല. പക്ഷേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R നമ്മൾ കണ്ടുപിടിച്ചു. സീരീസ് കണക്ഷനിലാണ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 6. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 6 കിട്ടി. ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഫോർ V. വിയുടെ വാല്യൂ എന്താണ്? 6 വോൾട്ട് അല്ലേ. പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര കൊടുത്തേ? 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് divided by R, that is the effective resistance of this series connection, and that is 6 ohm. 6 by 6, that is equal to 1. ഒന്ന് ശ്രദ്ധിച്ചേ. that is 1. എന്താണ് 1 ആംപിയർ. യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. that is 1 ആംപിയർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സീരീസ് കണക്ഷനിൽ 2 റെസിസ്റ്റൻസ് കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്തു, കറണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു, എഴുതിയെടുക്കുക. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് സീരീസ് കണക്ഷൻ്റെ കണ്ടതുപോലെ തന്നെ പാരലൽ കണക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് എഴുതിയെടുത്തേ. സോ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. മലയാളം മീഡിയം ശ്രദ്ധിക്കാം. 12 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 12 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ഇംഗ്ലീഷ് മീഡിയംകാരെ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ കറന്റ് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential differences is applied? Once more, I am repeating. What is the current if 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential differences is applied? സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ പാരലൽ കണക്ഷനാണ്. ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കി. 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുള്ളൂ. 1 2 അല്ലേ, 1 2 ആൻഡ് ദിസ് പാരലൽ കണക്ഷൻ ആണ്. ഈ പാരലൽ കണക്ഷനിലേക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എത്ര വോൾട്ടാണ്? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കേട്ടോ, 12 വോൾട്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടുത്തെ R1 എന്ന് പറയുന്നത് എത്രയാണ്? 12 ഓം റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ ഏതിൻ്റെ? ആ റെസിസ്റ്ററിന്റെ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് 12 ഓം. അടുത്തത് R2 ആണ്. R2 ഇവിടെ നൽകിയിരിക്കുന്നത് 4 ഓം ആണ്. ദിസ് ഈസ് R1 R2. ജസ്റ്റ് ഒരു റഫ് ഫിഗർ വേണമെന്നില്ല, നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ സൈഡിൽ R1 ഉം R2 ഉം ഉണ്ട്. 12 ഓം 4 ഓം. അതുപോലെ തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് 12 വോൾട്ടാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇതിൽ പ്രോബ്ലം ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്? കറണ്ട് കണ്ടുപിടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ.
ചിന്തിച്ചു നോക്ക്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്? That is effective resistance for a parallel connection. സമാന്തരമായി ഒരു രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകളുടെ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/R is equal to 1/R1 plus 1/R2. Substitution, we will get that is 1/12 plus 1/4. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയോ? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബോക്സിൽ എഴുതിയിരുന്നു കേട്ടോ. നമ്മൾ മാത്സിൽ ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇപ്പോൾ A/B പ്ലസ് C/D എന്ന ഫോമിലാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് A into D പ്ലസ് B into C, A into D plus B into C divided by B into D എന്ന്. ഇത് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് ഇവിടെ ബോർഡിൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. A/B പ്ലസ് C/D എന്ന് പറയുന്ന ഫോമിലാണ് നമുക്കൊരു ഇക്വേഷൻ എങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയും അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക: A into D പ്ലസ് C into B divided by B into D. ആ ഫോമാറ്റിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വരിക 1 into 4 plus 12 into 1 divided by 12 into 4. 1 into 4, 4, 12 into 1, 12. So 12 plus 4, that is 16 divided by, and 12 into 4, 12 into 4 എത്രയാ? ഗുണനപ്പട്ടിക പഠിച്ചു വെച്ചോണം. 12 into 4 അത് 48 ആണ്. Okay, so 1/R is equal to 16/48. ഇവിടെ ഒന്നും R എന്തായിരിക്കും? തിരിച്ചിട്ടാൽ മതി. 1/R എന്ന് കിടക്കുന്നത് 6 ആവണമെങ്കിൽ 6 മുകളിലേക്ക് R/1 എന്നാക്കണം. അപ്പോൾ ഇവിടെ ഈ 16/48 എന്നുള്ളത് എന്തായിട്ട് മാറും? 48/16 എന്നാവും. സോ ഇവിടെ this is 1/R. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് R is equal to 48/16. ആൻസർ ഈസ് എത്രയാ? 48ൽ എത്ര 16 ഉണ്ട്? ആൻസർ ഈസ് 3 ohm. ശ്രദ്ധിക്കുക, ഇതാണ് ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് ഇവിടെ കിട്ടി. അതിനുശേഷം നമ്മുടെ R കാണാനാണ്. റെസിപ്രോക്കൽ ആണ് 1/R എന്ന് പറഞ്ഞാൽ. അത് തിരിച്ചിട്ട് കഴിയുമ്പോൾ 48/16, 48/16 is equal to 3 ohm. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ പ്രോബ്ലം കഴിഞ്ഞോ? ഇല്ല, ഇത് നമ്മളെ പ്രോബ്ലത്തിൻ്റെ കുഞ്ഞു ഭാഗം എത്തിയിട്ടുള്ളൂ. നമ്മൾ ഒരു പകുതി കഴിഞ്ഞു നമുക്ക് പറയാം. കാരണം ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓംസ് ലോ ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓക്കെ, ഇത് എഴുതിയെടുത്തോ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 12 വോൾട്ട് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മളിപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് R is equal to 3 ohm. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. I is equal to V/R. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. I കണ്ടുപിടിക്കാൻ വേണ്ടി V എത്രയാണ്? 12 divided by 3 അല്ലേ? R എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം 3 ohm. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 12 divided by 3 എത്രയുണ്ട്? നിങ്ങൾ ആൻസർ എഴുതിക്കോ. ദാറ്റ് ഈസ് 12 divided by 3, ദാറ്റ് ഈസ് 4. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് I ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് I? 4 സെൻറ്റിമീറ്റർ ആണോ? മീറ്റർ ആണോ? ഇറ്റ് ഈസ് ആംപിയർ. അപ്പോൾ നമ്മൾ 2 പ്രോബ്ലമാണ് ചെയ്തത്. വളരെ എളുപ്പമുള്ള, ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഒരാൾ പോലും തെറ്റിക്കരുത്. കണക്ക് പലരും പറയും എനിക്കറിയില്ല, ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്കിവിടെ വേണ്ട കുഞ്ഞ് മൾട്ടിപ്ലിക്കേഷനും കുഞ്ഞ് അഡീഷനും സബ്ട്രാക്ഷനൊക്കെ നമുക്കിവിടെ ഏറ്റവും സിമ്പിളാണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ ഫിസിക്സ് നമ്മൾ കൃത്യമായിട്ട് വളരെ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. A+ ലെവലിലേക്ക് നിങ്ങൾ വരും. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്ത എന്താണ്? സീരീസ് കണക്ഷൻ്റെ പ്രോബ്ലം ചെയ്തു. ഇപ്പം
പാരലൽ കണക്ഷൻ്റെ പ്രോബ്ലം നമ്മൾ കണ്ട് എന്ത് ചെയ്തു, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = 1/R1 + 1/R2 വെച്ച് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R 3 ഓം കിട്ടി. പൊട്ടൻഷ്യൽ വ്യത്യാസം ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് V = 12 വോൾട്ട് കിട്ടി. നൗ വി ആർ ഫൈൻഡിങ് ദ I എന്ന് പറഞ്ഞാൽ കറൻറ്റ് അല്ലേ, വൈദ്യുത പ്രവാഹം തീവ്രത എന്ന് വേണമെങ്കിൽ പറയാം. I ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ് V/R, V 12, R is 3, 12/3 that is 4 ampere. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നതായിരിക്കും. എനിവേ ഈ ക്ലാസ് ശരിക്കും കാണുക, ഇതിൻ്റെ നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക, ഇക്വേഷൻ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ ഒരു ജസ്റ്റ് ഒരു വരയൊക്കെ ഇട്ട്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഞാൻ ഈ ബോർഡിൽ എഴുതി വെക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, ജസ്റ്റ് ആ ഭാഗത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക കേട്ടോ, എന്നിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. താങ്ക് യു. ബൈ.